ചൈനീസ് രാഷ്ട്രീയത്തിലെ സമീപകാല പ്രയോഗങ്ങളിൽ ഒന്നാണ് നഗ്നരായ അധികാരികൾ. വാക്കുകളുടെ അർത്ഥങ്ങൾക്കപ്പുറം വിചിത്രമായ ഈ പ്രയോഗം 2014 ശേഷം ചൈനയിൽ സർവ്വസാധാരണമാണ്. ഇത് ചൈനയുടെ ഒരു രാഷ്ട്രീയ നയവുമാണ്. നഗ്നരായ അധികാരികൾ എന്നത് ജീവിത പങ്കാളിയോ മക്കളോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയ മുതിർന്ന സർക്കാർ പാർട്ടി അധികാരികളെ വിളിക്കുന്ന വിശേഷണമാണ്. ഒരു കാലത്ത് ചൈന തങ്ങളുടെ ആഗോള വ്യാപനത്തിൻ്റെ ഭാഗമായി അനുവദിച്ചിരുന്നതാണ് ഈ വിദേശവാസം. എന്നാൽ ഒരു ദശകത്തിലേറെയായി ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. 2014 മുതൽ ചൈനയിൽ അതിശക്തവും എന്നാൽ നിശബ്ദവുമായി ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുന്നുണ്ട്. കുടുംബം വിദേശത്താണ് എന്ന കാരണത്താൽ സർക്കാർ തലത്തിലെ പ്രധാനപ്പെട്ട ഉന്നതർ പലരും പൊതുരംഗത്ത് നിന്ന് അപ്രത്യക്ഷരാകുന്നു. അവർ പ്രധാന തസ്തികകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. സർവകലാശാലകൾ, കോടതികൾ, വിവിധ മന്ത്രാലയങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നത കമ്മിറ്റികൾ എന്നിവിടങ്ങളിലെല്ലാം ഈ മാറ്റം ദൃശ്യമാണ്. അഴിമതി നടത്തിയാൽ ഇത്തരം നടപടികൾ കണ്ണും പൂട്ടിയെടുക്കുന്ന ചൈനീസ് രീതിക്കപ്പുറം ഒരു ഉന്നതന്റെ അടുത്ത ബന്ധുക്കൾ പലരും വിദേശത്താണ് എന്നത് അയാളുടെ പൊതുജീവിതം അവസാനിപ്പിക്കാനുള്ള കാരണമായി മാറുന്നു പുതിയ ചൈനയിൽ. ഷീ ജിൻപിങ് അധികാരത്തിൽ എത്തിയതു മുതൽ അത് ശക്തമായി ചൈന നടപ്പിലാക്കുന്നുണ്ട്. ഒരു ലോക സാമ്പത്തിക സൈനിക ശക്തി എന്ന നിലയിൽ കഴിഞ്ഞ ദശകത്തോടെ ഉയർന്നു വന്ന ചൈന ഇപ്പോൾ തങ്ങളുടെ മുൻഗണനകൾ മാറ്റിയിരിക്കുന്നു. സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്കും ഭരണമികവിനും ഒപ്പം തന്നെ രാഷ്ട്രീയ സുരക്ഷയ്ക്കും തുല്യമായ പ്രാധാന്യം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കാണുന്നു. മുൻ ചൈനീസ് വിദേശകാര്യമന്ത്രി ക്വിൻ ഗാങ് വളരെ ജനകീയനായിരുന്നു. ചൈനീസ് പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു ദിവസം അദ്ദേഹം അപ്രത്യക്ഷനായത്. ഒരു ജേർണലിസ്റ്റുമായുള്ള വഴിവിട്ട ബന്ധം അദ്ദേഹത്തിനെതിരായ പാർട്ടി നടപടിയിലേക്ക് നയിച്ചു എന്നതായിരുന്നു വിവരം. പിന്നീടാണ് അദ്ദേഹത്തിന്റെ കുടുംബം ഏറെക്കാലമായി വിദേശത്ത് ആയതാണ് ഈ നടപടിക്ക് കാരണമായതെന്ന് മനസ്സിലായത്. 2014 ഗ്വാങ്ടോങ് പ്രവിശ്യയിൽ മാത്രം 1000-ലധികം നഗ്നരായ അധികാരികൾക്കെതിരെ ചൈന നടപടിയെടുത്തു എന്നാണ് വിവരം. ഇത്തരം ഒരു അധികാര ശ്രേണിയിലെ ശുദ്ധീകരണ പരിപാടിക്ക് പിന്നിൽ ചില കാരണങ്ങൾ ചൈനയ്ക്കുണ്ട്. വിദേശത്തുള്ള കുടുംബങ്ങളെ ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങൾ അധികാരികളെ സമ്മർദ്ദത്തിലാകുമെന്ന് ബീജിംഗ് ഭയപ്പെടുന്നു. ഒരു അധികാരിക്ക് ചൈന വിട്ട് വിദേശത്തെ ഒളിച്ചോടാനുള്ള ഒരു പഴുതായി ഇത്തരം വിദേശത്തുള്ള കുടുംബങ്ങൾ മാറിയേക്കുമെന്നും ചൈന വിശ്വസിക്കുന്നു. ചൈനയുടെ നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കുന്ന അധികാരികളുടെ കുടുംബത്തിന്റെ ഭാവി പൂർണ്ണമായും ചൈനയിൽ മാത്രം അധിഷ്ഠിതമാകണം എന്നാണ് ചൈന കരുതുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുമായി ഒരു പോരാട്ടമുണ്ടായാൽ സ്വന്തം കുടുംബം താമസിക്കുന്ന രാജ്യത്തിനെതിരെ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ ഇത്തരം അധികാരികൾക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ ചൈനീസ് ഭരണകൂടത്തിലുള്ള സംശയം ഇത്തരം ഒരു നീക്കത്തിന് പിന്നിലുണ്ട്. നഗ്നരായ അധികാരികൾ എന്ന പ്രയോഗം ചൈനയിലെ അവസ്ഥയിൽ നിന്ന് ഇന്ത്യയിലെത്തുമ്പോൾ വ്യത്യസ്തമാണ്. ഇന്ത്യ ഒരു തുറന്ന സമൂഹമാണ്, ഒരു ജനാധിപത്യ രാജ്യവുമാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും മക്കൾ വിദേശത്ത് പഠിക്കുന്നതോ ജോലി ചെയ്യുന്നതോ താമസിക്കുന്നതോ അവർക്കെതിരെയുള്ള അവിശ്വാസമായി ഇന്ത്യ കാണാറില്ല. അതിലെ ധാർമ്മികത പലപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ തന്നെ അത് വലിയ ഭരണകൂട പ്രശ്നമായി ഇന്ത്യ എടുത്തിട്ടില്ല. ജനാധിപത്യപരമായ ഉത്തരവാദിത്വവും രാജ്യത്തിന്റെ സുരക്ഷയും കുടുംബവുമെല്ലാം കൂട്ടിക്കുഴയ്ക്കുന്ന രീതി സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ തന്നെ ഇന്ത്യയിലില്ല. എന്നാൽ അതിതീവ്ര ദേശീയത പറയുന്നവരുടെ മക്കൾ വിദേശത്ത് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും മുൻകാലങ്ങളിൽ ധാർമ്മികതയുടെ പേരിലും ഇന്ന് ട്രോളായും സോഷ്യൽ മീഡിയയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അടുത്തിടെ ചൈനയിലെ നഗ്നരായ അധികാരികളെ സംബന്ധിക്കുന്ന ഒരു ANI വീഡിയോയുടെ അടിയിൽ ഇന്ത്യയിൽ ഇത് വേണം എന്ന് വാദിക്കുന്നവരെയും ഏറെ കണ്ടിട്ടുണ്ട്. എന്നാൽ ചൈന അതിൻ്റെ ജനാധിപത്യപരമല്ലാത്ത ഭരണരീതിയിൽ ഇത്തരം വിദേശവാസികൾ കുടുംബത്തിലുള്ള അധികാരികളെ മുൻകൂട്ടി പുറത്താക്കുക എന്ന നയമാണ് സ്വീകരിക്കുന്നത്. ചൈന വളരെ ഗൗരവമായി ഒപ്പം വളരെ നിശബ്ദമായി നടപ്പിലാക്കുന്ന ഈ അധികാര ക്രമീകരണം ശരിക്കും 2 രീതിയിലാണ് നിരീക്ഷകർ കാണുന്നത്. പ്രത്യയശാസ്ത്രപരമായ ശുദ്ധിക്കും ഒപ്പം ചൈനീസ് രാഷ്ട്രീയ സുരക്ഷിതത്വത്തിനും പ്രാധാന്യം നൽകുന്ന ഈ പരിപാടി ഒരു സാമ്പത്തിക ശക്തിയായി വളർന്ന ചൈനയുടെ സുസ്ഥിരതയ്ക്ക് നല്ലതാണ് എന്ന് അവർ പറയുന്നു. ഒപ്പം തന്നെ സോവിയറ്റ് യൂണിയനെ പോലെ ഒരു രാഷ്ട്രീയ തകർച്ച നേരിടാതിരിക്കാൻ ഇത്തരം ഒരു രീതി നല്ലതാണ് എന്നാണ് പ്രോ ചൈനീസ് നിരീക്ഷകരുടെ വാദം. എന്നാൽ ഇപ്പോൾ തന്നെ മാവോയുടെ കോട്ടിൽ വരുന്ന ഷീയുടെ പരിഷ്കാരം
ആഗോളതലത്തിൽ ബന്ധങ്ങളുടെ വിദഗ്ധരെ ഒഴിവാക്കുന്ന വഴി രാജ്യം കൂടുതൽ സങ്കുചിതമാക്കും എന്നതാണ് മറുവാദം. സംവാദങ്ങൾക്ക് പകരം ഭയവും അനുസരണയും മാത്രം നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതി ചൈനയുടെ ഭരണസ്ഥിരതയെ തന്നെ തളർത്തിയേക്കാം എന്നും അവർ വാദിക്കുന്നു. സാംസ്കാരിക വിപ്ലവത്തിന്റെ ഫോഴ്സിലാണ് ഇത്തരമൊരു നടപടിയെന്നും ഒരു വാദമുണ്ട്.